ഗൈസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി വന്നതാണ്. കംപ്ലീറ്റ് 1 2 പറഞ്ഞ് ഉടക്കായി. വിളിച്ചു നോക്കാം. ഏയ് റോളിങ് എടുക്കോ? എന്തായാലും നടക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്നലെ നടക്കുള്ളൂ. ഗായ്സ്, അപ്പം ഒരു വീഡിയോ എടുക്കാന്നാണ് വന്നത്. അപ്പം വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയാണ്. നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിക്കോളും. അതായത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്ന് ഒരു സ്റ്റോറി പറയുന്നുണ്ട്, അത് പകുതി വെച്ച് നിർത്തിയിട്ട് പറയാന്ന് പറഞ്ഞിരുന്ന് നടക്കൂല ഗൈസ്. അതുകൊണ്ട് നമ്മളൊരു ഫുൾ സ്റ്റോറി പറയാൻ പോവാണ്. സ്റ്റോറിയുടെ പേരാണ് ദ ടൈഗർ ഹൂ കെയിം ടു ടീ. ഇത് എഴുതിയത് ജുദിത് എന്തോ കുറെ ആളൊക്കെ ഉണ്ട് ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ ജുദിത് ക്രൂ എന്ന് പറഞ്ഞ ഒരാളാണ്. ഗൈസ്, എന്തൊക്കെ ഇളകി വരുന്നു എന്താ. ഗൈസ്, ഈ ബുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കരയോഗം ഉണ്ട് ഗൈസ്. ഒരു കരയോഗം, NSS കരയോഗം. അപ്പം അവിടെ നിന്നാണ്, അവിടെ കുട്ടികൾക്ക് വേണ്ടി ലൈബ്രറി ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ ബുക്ക് തട്ടിപ്പറിച്ചോണ്ട് വന്നത്. ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. വിവേകാനന്ദ നഗറിന്റെ അടുത്തൊക്കെയാണ്, അടുത്തൊന്നല്ല, അതിന്റെ ഉള്ളിലാണ്. ഇങ്ങനെ അപ്പൊ നമുക്ക് സ്റ്റോറി ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. Once there was a little girl called Sophie. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് സോഫി. And she was having a tea with her mummy in the kitchen. അവൾക്ക് അവളെ അമ്മയുടെ കൂടെ ചായ കുടിക്കായിരുന്നു അടുക്കളയിൽ. Suddenly there was a ring at the door. പെട്ടെന്ന് അവരെ വീട്ടില് ഡോർബെല്ല് അടിച്ചു. Sophie's mummy said, I wonder who that can be. അവളെ അമ്മയ്ക്ക്, സോഫിയുടെ അമ്മയ്ക്ക് ഭയങ്കര കൗതുകം, ഒരു ആഗ്രഹം, അത് ആരായിരിക്കും അറിയാൻ. It can't be the milkman because he came this morning. അത് പാല് കൊണ്ടുവരുന്ന ആളാവാൻ ചാൻസ് ഇല്ല, കാരണം അവൻ ഇന്ന് മോർണിംഗിൽ രാവിലെ വന്നിട്ട് പോയതാ. And it can't be the boy from the grocery because this isn't the day he comes. അത് സാധനം കൊണ്ടുവരുന്ന ആളാവാൻ ചാൻസ് ഇല്ല, കാരണം ഇതല്ല അവൻ വരുന്ന ദിവസം. And it can't be daddy because he's got his key. അത് സോഫിയുടെ അച്ഛനാവാൻ ചാൻസ് ഇല്ല, കാരണം താക്കോലൊക്കെ എടുത്തിട്ടാണ് പോയത്. We would better open the door and see. അവര് തീരുമാനിച്ച് കതവ് തുറന്നിട്ട് നോക്കാം. Sophie opened the door and there was a big furry stripy tiger. അവിടെ ഒരു വലിയ കടുവയായിരുന്നു ഗൈസ്. ഫെറി എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം അറിയില്ല, അറിയാവുന്നവര് കമന്റ് ചെയ്യണേ. സ്ട്രിപ്പി എന്ന് പറഞ്ഞാൽ വരയായിരിക്കും, അതും എനിക്ക് അറിയില്ല, ഒന്ന് കമന്റ് ചെയ്യണേ അറിയാവുന്നവർ. ടൈഗർ. The tiger said, excuse me. ആ ടൈഗർ പറഞ്ഞു, excuse me, but I am very hungry. Do you think I could have tea with you?
ആ ടൈഗർ പറയുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര വിശക്കുന്നു, ഞാനും കൂടെ ചായ കുടിക്കാൻ കൂട്ടിക്കോട്ടെ. ചായ കുടിക്കാൻ കൂട്ടിക്കോട്ടെ. Sophie's mummy said, "Of course, come in." അമ്മയ്ക്ക് വട്ടാണ് കേട്ടാ. Of course, come in. So the tiger came into the kitchen and sat down at the table. അതായത് ടൈഗർ കടുവ അകത്തോട്ട് കയറി വന്നിട്ട് കസേരയിൽ ഇരുന്നു ഗൈസ്. എല്ലാ ആവശ്യം എന്തായിരുന്നു വിളിച്ചേറ്റാണ്ട് അല്ലേ? കച്ചു കീറി തിന്നു. Sophie's mummy said, "Would you like a sandwich?" സോഫിയുടെ അമ്മ ചോദിച്ച്, നിനക്ക് ഒരു സാൻഡ്വിച്ച് വേണോ എന്ന് ചോദിച്ചു. But the tiger didn't just take one sandwich. ആ കടുവ ഒരു സാൻഡ്വിച്ച് അല്ലേ എടുത്തത്. He took all the sandwiches on the plate and swallowed them in one big mouthful. Swallowed them in one big mouthful. അവന് ഒരു സാൻഡ്വിച്ച് പോരാ, അവൻ എല്ലാ സാൻഡ്വിച്ചും കൂടെ എടുത്ത് കണ്ടില്ലേ ഗൈസ് ഇത്. And he still looked hungry. So Sophie passed him the buns. അതുകൊണ്ട് അവന് വീണ്ടും വിശപ്പ് തോന്നുന്ന പോലെ തോന്നി ഗൈസ്. അതുകൊണ്ട് ഗൈസ് അമ്മ വന്നു ഗൈസ്, അരി പാക്കാൻ വന്നു ഗൈസ്. അരിയല്ല, മല്ലി ഉണക്കാട്ടേക്കുന്നത്. മല്ലി മുളക്. അവൻ വീണ്ടും വിശക്കാന്ന് പറഞ്ഞപ്പം സോഫി ആണെങ്കിൽ അവന് ഒരു ബൺ പാസ് ചെയ്തു. തിന്നോ? Sorry guys, but again the tiger didn't eat just one bun. He ate all the buns in the dish. And then he ate all the biscuits, all the cake. എല്ലാം തീർത്തു guys, ബിസ്ക്കറ്റും കേക്കും എല്ലാം തീർത്തു. Until there was nothing left to eat on a table. Until എന്ന് വെച്ചാൽ ഇനി ആ ടേബിളിൽ ഒന്നുമില്ലാന്ന് ഗൈസ് തിന്നെ. Until എന്ന് പറഞ്ഞാൽ തീരുന്നത് വരെ. Sorry guys, അറിയാതെ പറഞ്ഞതാണ്. So Sophie's mommy said, "Would you like a drink?" And the tiger drank all the milk in the milk jug and all the tea in the teapot. വെറുതെ ഒരു ചായയോ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പൊ ആ ജഗിലുണ്ടായിരുന്ന എല്ലാ മിൽക്കും എടുത്ത് കുടിച്ച് ടീപോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ ചായയും എടുത്ത് കുടിച്ചു ഗൈസ്. ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് എത്തിപ്പിച്ചോ നിൽക്ക് നോക്ക്. And then he looked around the kitchen to see what else he could find. അടുക്കളയിൽ ചുറ്റും ഇങ്ങനെ ഒന്ന് നോക്കാൻ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. He ate all the supper that was cooking in the saucepan guys. അതെനിക്ക് പെട്ടെന്ന് കിട്ടില്ല, അത് ഭയങ്കര പാടാണ്. സപ്പർ എന്ന് വെച്ചാൽ രാത്രിത്തേക്ക് ഉള്ള ഫുഡാണ് ഗൈസ്. അതും കഴിച്ചു തിന്നു. And all the food in the fridge. ഫ്രിഡ്ജും കാലി. ആ വെജിറ്റബിൾസ് മാത്രം വളരെ
and all the packets and tins in the cupboard. എല്ലാ ഓരോ ബിസ്ക്കറ്റും അച്ചാറും എല്ലാം എടുത്തിരുന്നു. And he drank all the milk and all the orange juice and all daddy's beer and all the water in the tap. Sorry guys. എല്ലാം കുടിച്ചു തീർത്തു ഗൈസ്. സോഫിയുടെ അച്ഛൻ്റെ കള്ള വരെ കുടിച്ചു തീർത്തു ഗൈസ്. അവ ഇനി കള്ളൊന്നും പറയില്ല. പാട്ട് കേട്ടില്ലേ, കുടിച്ച കള്ളമൊന്നും പറയില്ലതാ. Then he said, thank you for my nice tea. അവൻ പറഞ്ഞു, നന്ദിയുണ്ട് എൻ്റെ നല്ല ചായ തന്നത്. ആത്മാർത്ഥ. I think sorry guys, I would better go now. ഇനി മതിയായില്ല, എന്നാൽ ഞാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. And he went. എന്നിട്ട് അവൻ പോയി ഗൈസ്. ഇതേ ഉള്ളു പണി. Sophie's mummy said, I don't know what to do. Even got nothing for daddy's supper. The tiger has eaten it all. എല്ലാം കഴിച്ചു. രാത്രിത്തെ ഫുഡും എല്ലാം കഴിച്ചു തീർത്തു. ഈ സോഫിയ അച്ഛൻ എന്തോ കൊടുക്കും എന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്താ? And Sophie found she couldn't have her bath because the tiger had drunk all the water in the tap. സോഫി അമ്മയുടെ അടുത്ത് പറയാണ്, അവൾ ഇതുവരെയായിട്ടും കുടിച്ചില്ല, കാരണം കടുവ വെള്ളം മൊത്തം കുടിച്ചു കിട്ടല്ലോ ടാപ്പില്. Just then Sophie's daddy came home. കണ്ട ഗൈസ് തൊപ്പിക്കാര്. Sophie's daddy വന്നു ഗൈസ്. So Sophie and her mummy told him what had happened. പറഞ്ഞു കൊടുത്തല്ല എന്താണ് സംഭവിച്ചതെന്ന്. And how the tiger had eaten all the food and drink and all the drink. Drunk all the drink എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാം ഡി ആയിപ്പോയുണ്ട്. എങ്ങനെയാണ് കടുവ തിന്നതെന്ന് കുടിച്ചതെന്നൊക്കെ പറഞ്ഞു. വലിയ കഥാപ്രസംഗമായിരുന്നു ഗൈസ്. And Sophie's daddy said, I know what we'll do. Even got a very good idea. We will put on our coats and go to the cafe. കോട്ടെല്ലാം എടുത്തിട്ട് കഫേയിൽ അങ്ങ് പോവാന്ന് വിചാരിച്ചു. So they went out in the dark and all the street lamps were lit. lit എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. അതും കൂടെ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യണേ. And all the cars had their lights on and they walked down the road to a cafe. So കണ്ട ഗൈസ്. നാണുണ്ട്. Hi. Red orange. And they had a lovely supper with sausage and chips and ice creams. അവർക്കൊരു ലവ്ലി രാത്രിത്തെ ഫുഡ് ഉണ്ടായി. സോസേജും ചിപ്സും ഐസ്ക്രീമും എല്ലാം വെച്ച്. In the morning, Sophie and her mummy went shopping. അവളെ അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയി. And they brought lots more things to eat. വീണ്ടും കഴിക്കാൻ വാങ്ങിച്ചു വെച്ച്. And they also brought a very big tin of tiger food. വാങ്ങിച്ചു വെക്കണമല്ലോ, in case the tiger should come to tea again.
but he never did, guys. എന്താ ഗൈസ്, ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ എന്ന് വെച്ചിരിക്കുക ഗൈസ്. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ ഗൈസ്, പി 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 ഗുഡ് ബൈ ഗൈസ്. അപ്പം നമ്മൾ വായിച്ചു തന്നിട്ടുണ്ട്. ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വായിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന്റെ കഥ എന്ന് വെച്ചാൽ ഒരു അമ്മയും കുട്ടിയും ഒരു കടുവയെ സ്നേഹിക്കുന്നതാണ്. അപ്പം കമന്റ് ചെയ്യാൻ മറക്കല്ലേ, വേണമെങ്കിൽ ഇനി കഴിച്ചു തരാം, അല്ല പറഞ്ഞു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിച്ചേക്കുക കേട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.